ഇപ്പൊ നേരത്തെ നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഉം. എന്താണ് ശരത്തിനെ ഇപ്പൊ കാണാത്തതെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടെന്ന്. ഉം. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം? അല്ല, ഞാൻ പൊതുവെ സിനിമ മാത്രമേ ഫോക്കസ് കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോകും. അതെ. അത് ശരി. സിനിമ ചെയ്താൽ കഴിഞ്ഞ നെക്സ്റ്റ് നേരെ എൻ്റെ വീട്. അത് ശരി. ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ നേരെ അഭിനയിക്കാൻ പോകും. ആ. അഭിനയം ഇല്ലെങ്കിൽ നേരെ വീടും. എൻ്റെതായ കുറെ അധികം പ്രവർത്തനങ്ങളുണ്ട്, കലാപ്രവർത്തനങ്ങളുണ്ട്. ഞാൻ അതിൽ ഒതുങ്ങി കൂടി നിൽക്കാൻ ഓ, ആഗ്രഹിക്കുന്നു. അത് ശരി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. അതായിരിക്കാം. പക്ഷെ ഞാൻ ഇതിൽ ഹാപ്പിയാണ്. പക്ഷെ അത് മാത്രം പോരാ, എല്ലാ സഭകളിലും നമ്മൾ പിന്നെ തന്നെ ഒരുപാട് PROs ഒക്കെ എന്നെ വിളിക്കുമ്പോൾ പറയും, പരിപാടികൾക്കൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് പരിപാടികൾക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. എനിക്ക് കംഫർട്ട് ഇപ്പർ സൈഡാണ്. ഇതാണ്, അതായിരിക്കാം. ശരത്തിനെ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തമിഴ് പടമായിട്ടാണ്. കാരണം ഒരു തമിഴ് പടത്തിന്റെ ഒരു തീവ്രത, അല്ലെങ്കിൽ തമിഴ് പടത്തിലെ ചില ക്യാരക്ടേഴ്സിന്റെ ഒരു ഡെപ്ത് പലപ്പോഴും മലയാള സിനിമയിൽ കിട്ടാറില്ല. അത് അങ്ങനെ ഒരു അവസരം വരാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ തമിഴിലാണ് അത്തരം അവസരങ്ങൾ കൂടുതലുള്ളതുകൊണ്ടാണോ? അല്ല, അങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സീസൺ വർക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അത് ശരി. അതായത് ഒരു സമയത്ത് തമിഴ് പടങ്ങൾ മാത്രമായിരുന്നു. ആ, ശരി. അപ്പൊ ഞാൻ കരുതി ഇത് ആരാ ഇനി സെറ്റ് ഉം. തമിഴിൽ ഇനി നിൽക്കാം എന്ന രീതിക്ക് ഇവിടെ നിന്ന് എല്ലാം കൂടും കുടുക്കൊക്കെ എടുത്ത് നേരെ ചെന്നൈ പോയി അവിടെ താമസം തുടങ്ങി. അവിടെ ആയിരുന്നു കുറെ നാള്. അപ്പൊ ആ സമയത്ത് തമിഴ് പടങ്ങൾ കുറഞ്ഞു. അപ്പൊ ഇവിടെ മലയാള പടങ്ങൾ തുടങ്ങി. അപ്പൊ തിരിച്ചിവിടെ വന്നു. ചില സമയത്ത് തമിഴും ചെയ്യും, ചില സമയത്ത് മലയാളം ചെയ്യും. എനിക്കങ്ങനെ ഇന്ന ലാംഗ്വേജ് അങ്ങനെയൊന്നും ഇല്ല. എന്റെ ജോലി അഭിനയമാണ്. അപ്പൊ അത് ഏത് മേഖലയിലാണെങ്കിൽ കൂടി ഞാൻ ആ ജോലി ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരത്തിനൊരു ടീമുണ്ടോ? ശരത്തിന് വേണ്ടി കഥ എഴുതാൻ, ശരത്തിന് വേണ്ടി ഒരു സിനിമ കണ്ടെത്താൻ, അല്ലെങ്കിൽ ശരത്തിന് പറ്റിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരു ടീമുണ്ടോ? അങ്ങനെ ഒരു ടീം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു വലിയൊരു സ്ട്രീമിങ്ങിൽ എത്തണം, കുറെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് വരണം, അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന കുറെ അധികം നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ട്. ചിലപ്പോൾ അവർ സിനിമാക്കാരായിരിക്കാം, സിനിമാ പ്രവർത്തകരല്ലാതെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം. ഞാൻ കരിയറിന്റെ കാര്യമാണ് ചോദിച്ചത്. കരിയറിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, സത്യം അറിയില്ല. പിന്നെ ഇപ്പം ഇപ്പം നേരത്തെ തമിഴ് പടങ്ങളുടെ കാര്യം പറഞ്ഞപ്പം ഇപ്പം ഞാൻ അവിടെ ചെന്നൈയിൽ പോയിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് ഓട്ടോ ശങ്കർ വെബ് സീരീസ് അതൊക്കെ ചെയ്തതിന് ശേഷം കുറെ നമ്മളെ തന്നെ കുറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ സിനിമയുടെ ചർച്ചകൾ തന്നെയാണ് എപ്പോഴും. പുതിയ സിനിമകൾ ഓണാക്കാനുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെയാണ് അതിന്റെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ചധികം ടീമുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ്സും പ്രൊഡക്ഷൻ മീറ്റിങ്ങും അല്ലെങ്കിൽ പടം ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് വേണ്ടി എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇതുവരെ ഇല്ല.